നമസ്കാരം. മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സൈനിക സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ ലോകത്തെവിടെയുമുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ള മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അമേരിക്ക വിജയകരമായി പരീക്ഷിച്ചു. ലോകാവസാന മിസൈൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ ആയുധത്തിന്റെ പരീക്ഷണം പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കാലിഫോർണിയയിലെ വാൻഡർബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് മിനിറ്റ്മാൻ 3 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത്. ചൊവ്വാഴ്ചയായിരുന്നു പരീക്ഷണമെന്ന് US എയർഫോഴ്സ് ഗ്ലോബൽ സ്ട്രൈക്ക് കമാൻഡ് അറിയിച്ചു. ഡൂംസ്ഡേ മിസൈൽ എന്ന് വിളിപ്പേരുള്ള മിനിറ്റ്മാൻ 3 ബാലിസ്റ്റിക് മിസൈലിന് അതിവിനാശകരമായ ശേഷിയുണ്ട്. ലോകാവസാന മിസൈൽ ഡൂംസ്ഡേ മിസൈൽ എന്ന് വിളിപ്പേരുള്ള ഈ മിസൈലിന് ഹിരോഷിമയിൽ വിതച്ചതിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ സാധിക്കും. ചൊവ്വാഴ്ച രാത്രിയാണ് ഈ മിസൈലിന്റെ പരീക്ഷണം നടന്നത്. പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകൾക്കു സമീപമുള്ള ലക്ഷ്യസ്ഥാനത്ത് മിസൈൽ കൃത്യമായി പതിച്ചു. നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ഇതിന് ബന്ധമൊന്നും ഇല്ല എന്നാണ് US വ്യക്തമാക്കിയത്. മണിക്കൂറിൽ ഏകദേശം 15,000 മൈൽ, അതായത് 24,140 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിന് 6,000 മൈലിലധികം, അതായത് 9,660 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ മിനിറ്റുകൾക്കുള്ളിൽ തകർക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഭൂഖണ്ഡങ്ങൾ താടി നിശ്ചിത സമയത്തിനുള്ളിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള US പ്രതിരോധ നിരയിലെ ഏറ്റവും കരുത്തുറ്റ ആയുധമാണ് ഇത്. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. നിലവിലെ ആഗോള രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ഈ പരീക്ഷണത്തിന് നേരിട്ട് ബന്ധമൊന്നും ഇല്ല എന്നും വർഷങ്ങൾക്ക് മുൻപേ നിശ്ചയിച്ച സാധാരണ പരീക്ഷണമാണിതെന്നുമാണ് അമേരിക്കൻ പ്രതിരോധ വിഭാഗം ഔദ്യോഗികമായി പറഞ്ഞത്. എന്നാൽ ഇറാൻ ഇസ്രയേൽ യുദ്ധം ഒരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ആഗോളതലത്തിലേക്ക് വ്യാപിക്കുന്നു എന്ന ഭീതി നിലനിൽക്കെ തങ്ങളുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന പരീക്ഷണമായാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. US സ്പേസ് ഫോഴ്സ് പ്രസ്താവനയിലൂടെ അറിയിച്ചത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. പരീക്ഷണഘട്ടത്തിൽ പസഫിക് സമുദ്രത്തിലെ മാർഷൽ ഐലൻഡിന് സമീപമുള്ള ലക്ഷ്യസ്ഥാനത്താണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. ഇതിനു മുമ്പ് ആയിരക്കണക്കിന് മൈലുകൾ മിസൈൽ സഞ്ചരിച്ചിട്ടുണ്ട്. മിസൈൽ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പുവരുത്താനാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. ഇറാനിൽ ഇതിനകം തന്നെ 2000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം പടരുന്നത് തടയാൻ നയതന്ത്ര ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തുടരുകയാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ മിസൈൽ പരീക്ഷണത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. US ആണവായുധ ശേഖരത്തിന്റെ സുരക്ഷയും വിശ്വാസ്യതയും ഉറപ്പുവരുത്താൻ ഇത്തരം പരീക്ഷണങ്ങൾ അനിവാര്യമാണെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നതോടെ ആഗോള എണ്ണ വിപണിയെയും വ്യോമയാന മേഖലയെയും ഇത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. ഹിരോഷിമയിൽ പ്രയോഗിച്ച അണുബോംബിനേക്കാൾ 20 മടങ്ങ് പ്രഹരശേഷിയുള്ള വാർഹെഡുകൾ വഹിക്കാൻ ഈ മിസൈലിന് സാധിക്കുമെന്നത് സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ ആണവായുധ ശേഖരത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിൽ ഒന്നായതിനാലാണ് ഇതിന് ഡൂംസ്ഡേ എന്ന പേര് ലഭിച്ചത്. മിനിറ്റ്മാൻ 3ന്റെ പ്രത്യേകതകൾ ഇവയാണ്. ഹിരോഷിമയിലെ അണുബോംബിനേക്കാൾ 20 മടങ്ങ് ശക്തിയുള്ള ആണവമുനകൾ ഇതിന് വഹിക്കാനാകും. രണ്ടാമത്, മണിക്കൂറിൽ 15,000 മൈലിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. പിന്നെ ഭൂഖണ്ഡങ്ങൾ കടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ലോകത്തിന്റെ ഏതു കോണിലും ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ട്. ഒരു മിസൈൽ ഉപയോഗിച്ച് തന്നെ ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഈ മിസൈലിന്റെ ഒരു മേന്മയായി ഇപ്പോൾ പറയുന്നത്. US ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനിലെ 3600-ലധികം ജനവാസ മേഖലകൾക്ക് കേടുപാട് സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനിയൻ റെഡ് ക്രസന്റ് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. 3090 വീടുകൾ, 528 വാണിജ്യ കേന്ദ്രങ്ങൾ, 13 മെഡിക്കൽ സൗകര്യങ്ങൾ, 9 റെഡ് ക്രസന്റ് കേന്ദ്രങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതായി ഇറാനിയൻ റെഡ് ക്രസന്റ് തലവൻ പറഞ്ഞു. ഖാത്തം ഹോസ്പിറ്റൽ, ഗാന്ധി ഹോസ്പിറ്റൽ അടക്കം നിരവധി പ്രധാന ആശുപത്രികൾക്കും മറ്റ് പുനരധിവാസ ക്ഷേമ കേന്ദ്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ലബനീസ് നാഷണൽ ന്യൂസ് ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ 102 പേർ കൊല്ലപ്പെടുകയും 638 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ യുദ്ധക്കപ്പലായ ദേനയെ US അന്തർവാഹിനി ആക്രമിച്ചതിന് പിന്നാലെ പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിൽ അമേരിക്കൻ എണ്ണക്കപ്പൽ ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. മിസൈൽ ആക്രമണത്തിനിരയായി കപ്പലിൽ തീപിടിച്ചുവെന്ന് ഇറാന്റെ മെഹർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. US സർക്കാർ പ്രതികരിച്ചിട്ടില്ല.
തങ്ങളുടെ യുദ്ധക്കപ്പൽ തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ഈ ആക്രമണം നടന്നത്. ഇതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായെന്ന് ചൈന പറഞ്ഞു. പശ്ചിമേഷ്യയിലേക്ക് ദൗത്യസംഘത്തെ അയക്കുമെന്ന് ഇന്ത്യയിലെ ചൈനീസ് എംബസി വക്താവ് യൂജിൻ അറിയിച്ചു. ഇറാനിൽ നിന്നുള്ള ആക്രമണം വർദ്ധിച്ചതിനെ തുടർന്ന് ജനങ്ങൾക്കുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ UAE ഭരണകൂടം പുറത്തിറക്കി. വ്യാഴാഴ്ച ഇറാനിൽ നിന്നും കൂടുതൽ ആക്രമണങ്ങൾ UAEക്ക് നേരെ ഉണ്ടായിരുന്നു. ആക്രമണ മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആകാശത്തുകൂടിയുള്ള മിസൈൽ ഡ്രോണുകൾ എന്നിവയുടെ സഞ്ചാരം ചിത്രീകരിക്കാൻ പുറത്തിറങ്ങരുതെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ആദ്യ 100 മണിക്കൂറിൽ ഇറാൻ യുദ്ധത്തിനു വേണ്ടി US ചെലവിട്ടത് $3.7 ബില്യൺ എന്ന കണക്കുകളും പുറത്തുവരുന്നു. അതായത് 33,500 കോടി ഇന്ത്യൻ രൂപ. വാഷിംഗ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദഗ്ധ സംഘമായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് ആണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. യുദ്ധം ആഴ്ചകളോളം നീളുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും അഭിപ്രായപ്പെട്ടതോടെ നിലവിൽ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതിലും അധികം തുക ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തേണ്ടി വരുമെന്നാണ് CSIS പറയുന്നത്. അതിനിടെ ഇറാനിൽ ഇസ്രയേലും USഉം ആക്രമണം ആരംഭിച്ച ശനിയാഴ്ച പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആക്രമണം നടത്തിയത് US സൈന്യമാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സംഭവത്തിൽ US സൈനിക വിഭാഗം അന്വേഷണം നടത്തുന്നു. എന്നാൽ തങ്ങൾ അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല എന്നും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുന്ന 2 US ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.